ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡേ 4 ഓഫ് 13 ഡേയ്സ് ചലഞ്ച് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ പാഠം മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം. ഈ പാഠത്തിൽ നിന്നും 2025, 24, 23 വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത്. 2025 SSLC എക്സാമിന് ചോദിച്ച ചോദ്യമാണ് ആദ്യം തന്നെ നോക്കാനായിട്ട് പോകുന്നത്. എല്ലാ വർഷവും 2 ചോദ്യങ്ങൾ വെച്ചാണ് ഈ പാഠത്തിൽ നിന്നും വരാറുള്ളത്. ആദ്യത്തെ ചോദ്യം: numbers from 1 to 20 are written on paper slips and put it in a box. If a slip is to be taken from it without looking, what is the probability that it is a prime number? What is the probability that it is a perfect square? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ 1 മുതൽ 20 വരെ എഴുതിയ പേപ്പർ സ്ലിപ്പുകൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എടുക്കാനുള്ള സാധ്യതയും പെർഫെക്റ്റ് സ്ക്വയർ അഥവാ പൂർണ്ണവർഗം എടുക്കാനുള്ള സാധ്യതയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ 20 ലെറ്റേഴ്സ് ഉണ്ട്. പ്രോബബിലിറ്റി അഥവാ സാധ്യത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ്, അതായത് അനുകൂല സംഭവങ്ങളുടെ എണ്ണം ബൈ ആകെയുള്ള സംഭവങ്ങളുടെ എണ്ണം. ഇപ്പൊ ഒരു പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് അഥവാ ആകെയുള്ള സംഭവങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു ബോക്സിൽ 1 മുതൽ 20 വരെയുള്ള പേപ്പർ സ്ലിപ്സ് ആണ് ഉള്ളത്. അപ്പൊ ആകെയുള്ള സംഭവം എത്രയാണ്? ടോട്ടൽ, ആ ഒരു ബോക്സിലുള്ള ടോട്ടൽ കടലാസ് കഷ്ണങ്ങളുടെ എണ്ണത്തെയാണ് നമ്മൾ ആകെയുള്ള സംഭവം അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബോക്സിൽ എത്ര പേപ്പർ സ്ലിപ്സ് ഉണ്ട്? 20. അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് അല്ലെങ്കിൽ ആകെയുള്ള സംഭവങ്ങളുടെ എണ്ണം എത്രയാ? 20 ആണ്. ഓക്കെ, പ്രോബബിലിറ്റി കാണുന്ന സമയത്ത് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ്സുകൾ അല്ലെങ്കിൽ അനുകൂല സംഭവങ്ങളുടെ എണ്ണം മാത്രം കണ്ടുപിടിച്ചാൽ മതി. കാരണം 2 ചോദ്യങ്ങളുടെയും ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് അല്ലെങ്കിൽ ആകെയുള്ള സംഭവങ്ങളുടെ എണ്ണം 20 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ. നമ്മളൊരു അതിൽ നിന്ന് നോക്കാതെ നമ്മളൊരു സ്ലിപ്പ് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സ്ലിപ്പ് തുറന്നു നോക്കുന്ന സമയത്ത് അതൊരു പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 20, അതായത് 1ന്റെയും 20ന്റെയും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട് എന്നതാണ് നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ്സ് അല്ലെങ്കിൽ അനുകൂല സംഭവങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 1 മുതൽ 20ന്റെ ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ എത്രയാണെന്ന് നോക്കാം. പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സംഖ്യ കൊണ്ടോ 1 കൊണ്ടോ മാത്രം ഹരിക്കാൻ കഴിയുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 2നെ നമുക്ക് 2 കൊണ്ടോ അല്ലെങ്കിൽ 1 കൊണ്ടോ മാത്രമല്ലേ ഹരിക്കാൻ കഴിയുക. അതുകൊണ്ട് 2 ഒരു പ്രൈം നമ്പർ ആണ്. 3 1 കൊണ്ടോ 3 കൊണ്ടോ മാത്രമേ 3നെ ഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 3 ഒരു പ്രൈം നമ്പർ ആണ്. 4 ഒരു പ്രൈം നമ്പർ ആണോ? 4നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാം, 1 കൊണ്ട് ഹരിക്കാം. അതുപോലെ 4നെ നമുക്ക് 2 കൊണ്ടും ഹരിക്കാം. ഓക്കെ, അതുകൊണ്ട് 4 എന്തല്ല? പ്രൈം നമ്പർ അല്ല. കാരണം 4നെ ആ സംഖ്യ കൊണ്ടും 1 കൊണ്ടും അല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ടുകൂടി ഹരിക്കാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് 4 എന്തല്ല? ഒരു പ്രൈം നമ്പർ അല്ല. 5ഉം അതുപോലെ 5നെ കൊണ്ട് 1നെ കൊണ്ട് മാത്രമേ ഹരിക്കാൻ സാധിക്കുകയുള്ളൂ. 6 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. കാരണം എന്താ? 6നെ നമുക്ക് 6 കൊണ്ടും 1 കൊണ്ടും ഹരിക്കാം. അതിലുപരി 2 കൊണ്ട് 3 കൊണ്ട് ഹരിച്ചൂടെ? 6/2 എത്രയാ? 3 ആണ്. 6/3 എത്രയാ? 2 ആണ്. അപ്പൊ 6നെ 6 കൊണ്ടും 1 കൊണ്ടും അല്ലാതെ മറ്റു സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് 6 എന്തല്ല? പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യയല്ല. അപ്പൊ അങ്ങനെയാണ് പ്രൈം നമ്പേഴ്സിനെ കണ്ടുപിടിക്കുക. അപ്പൊ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 3, 5, 7, 11, 13, 17, 19, 23 എക്സെട്ര അങ്ങനെ പോകും. അങ്ങനെയെങ്കിൽ 20ന്റെയും 1ന്റെയും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാ? 2, 3, 5, 7, 11, 13, 17, 19. എത്ര എണ്ണം ഉണ്ട്? 8 നമ്പേഴ്സ് ഉണ്ട്. അതായത് നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ്സ് അല്ലെങ്കിൽ അനുകൂല സംഭവങ്ങളുടെ എണ്ണം എത്രയാ? 8 എണ്ണം. കാരണം എന്താ? 1ന്റെയും 20ന്റെയും ഇടയ്ക്ക് 8 പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോബബിലിറ്റി എങ്ങനെയാണ് കാണുക? n ഓഫ് പ്രൈം നമ്പർ ബൈ n ഓഫ് ടോട്ടൽ അഥവാ അഭാജ്യ സംഖ്യകളുടെ എണ്ണം ബൈ ആകെയുള്ള സംഭവങ്ങളുടെ എണ്ണം. അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാ? 8 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് ആകെയുള്ള സംഭവങ്ങളുടെ എണ്ണം 20 ആണ്. അപ്പൊ 8/20 ആണ് പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എടുക്കാനുള്ള സാധ്യത. അടുത്ത ചോദ്യം എന്താ? പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗമാകാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെ കണ്ടുപിടിക്കുക? 1ന്റെയും 20ന്റെയും ഇടയിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ് അല്ലെങ്കിൽ അനുകൂല സംഭവങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. അതാണ്. ഓക്കെ, അപ്പൊ 1 മുതൽ 20 വരെ എത്ര പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ട്? 1, 4, 9, 16. ഓക്കെ, ഈ 4 നമ്പേഴ്സ് ആണ് 1ന്റെയും 20ന്റെയും ഇടയ്ക്കുള്ള പെർഫെക്റ്റ് സ്ക്വയർ.
അല്ലെങ്കിൽ പൂർണ്ണവർഗം. കാരണം 16 കഴിഞ്ഞ് പിന്നെ വരുന്നത് 25ആണ്. അത് 1ന്റെയും 20ന്റെയും ഇടയിൽ പെടില്ലല്ലോ. അപ്പൊ 1, 4, 9, 16 4 പൂർണ്ണവർഗങ്ങൾ അഥവാ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് 1ന്റെയും 20ന്റെയും ഇടയിലുള്ളത്. എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണവർഗം എന്ന് പറയുന്നത്? 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ അങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലെങ്കിൽ പൂർണ്ണവർഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. അപ്പൊ നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ്സ് അല്ലെങ്കിൽ അനുകൂല സംഭവങ്ങളുടെ എണ്ണം നമുക്ക് 4 എന്ന് കിട്ടി. ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് അല്ലെങ്കിൽ ആകെയുള്ള സംഭവങ്ങളുടെ എണ്ണം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 20. അപ്പോ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണ വർഗമാകാനുള്ള സാധ്യത എന്താണ്? 4/20. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2025 SSLC എക്സാമിന് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം. A box contains red and blue beads. 16 out of them are red if the probability of getting a red bead is 2/3. അതായത് ഒരു ബോക്സിൽ കുറച്ച് ചുവന്ന മുത്തുകളും കുറച്ച് നീല മുത്തുകളും ഉണ്ട്. 16 out of them are red. അതിലെ 16 എണ്ണം ചുവന്ന മുത്താണെന്ന് തന്നിട്ടുണ്ട്. ഇഫ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ് ഈസ് 2/3. അതായത് റെഡ് ബീഡ് അല്ലെങ്കിൽ ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യതയും ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 2/3. ഇനി ആദ്യത്തെ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്? അതായത് ഈ ബോക്സിൽ ആകെയുള്ള മുത്തുകളുടെ എണ്ണം. ഇവിടെ റെഡ് ബീഡിന്റെ എണ്ണം, ചുവന്ന മുത്തിന്റെ എണ്ണവും നീലമുത്തിന്റെ എണ്ണവും തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ടോട്ടൽ ബീഡ്സ് ആണ് ഈ ബോക്സിൽ ഉള്ളതെന്ന് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് നീലമുത്തുകളുടെ എണ്ണം തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്ലൂ ഉപയോഗിച്ചാണ് അത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് റെഡ് അല്ലെങ്കിൽ ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത 2/3 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം പ്രോബബിലിറ്റി അഥവാ സാധ്യത കാണാനുള്ള ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ്. അതായത് ചുവന്ന മുത്തുകളുടെ എണ്ണം, അതാണ് ഇവിടുത്തെ ഫേവറബിൾ ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ചുവന്ന മുത്തുകളുടെ എണ്ണം ബൈ ആകെയുള്ള മുത്തുകളുടെ എണ്ണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പി ഓഫ് റെഡിന് പകരം നമ്മൾ എന്ത് എഴുതി? എൻ ഓഫ് റെഡ് ബൈ എൻ ഓഫ് ടോട്ടൽ. എൻ ഓഫ് റെഡ് എന്ന് പറഞ്ഞാൽ ചുവന്ന മുത്തുകളുടെ എണ്ണം, എൻ ഓഫ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആകെയുള്ള മുത്തുകളുടെ എണ്ണം. അത് എത്രയാ? 2/3 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ എൻ ഓഫ് റെഡ് അല്ലെങ്കിൽ ചുവന്ന മുത്തുകളുടെ എണ്ണം 16 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എൻ ഓഫ് റെഡിന് പകരം 16 എന്നിട്ട് കൊടുക്കുന്നു. 16 എൻ ഓഫ് ടോട്ടൽ ഈക്വൽ ടു 2/3. ഇതിൽ നിന്ന് നമുക്ക് എൻ ഓഫ് ടോട്ടൽ കണ്ടുപിടിച്ചൂടെ? എൻ ഓഫ് ടോട്ടൽ ഇക്വേഷന്റെ ഈ സൈഡിലേക്കും 2/3 ഇക്വേഷന്റെ ഈ സൈഡിലേക്കും കൊണ്ടുപോവാം. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? 16 ഹരിക്കണം 2/3. ഇവിടെ 2/3 ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഹരണം 2/3 ആവും. ഇനി ഈ സൈഡിൽ എൻ ഓഫ് ടോട്ടൽ നിൽക്കുന്നത് ഹരണമായിട്ടല്ല, ഈ സൈഡിലേക്ക് വരുമ്പോൾ ഗുണനമാവും. ഈക്വൽ ടു എൻ ഓഫ് ടോട്ടൽ എന്ന് കിട്ടും. അതായത് ആകെയുള്ള മുത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് 16 ഹരിക്കണം 2/3 ആണെന്ന് കിട്ടി. അതായത് 16 ഹരിക്കണം 2/3 ആണെന്ന് കിട്ടി. ഇതിങ്ങനെ ഹരിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഹരണം ഗുണനമാക്കണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന്റെ നെക്സ്റ്റ് വരുന്ന നമ്പറിന്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം എടുക്കണം. അതായത് 2/3ന്റെ വ്യുൽക്രമം എത്രയാ? 3/2. ഇനി 16 × 3 എത്രയാണ്? 48. 48ന്റെ പകുതി 48 ഹരിക്കണം 2 നമുക്ക് 24 എന്ന് കിട്ടും. അതായത് ഈ ബോക്സിൽ ആകെയുള്ള മുത്തുകളുടെ എണ്ണം എത്രയാ? 24 മുത്തുകൾ. അതായത് 16 റെഡും എത്രയോ ബ്ലൂവും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്, അതായത് ഈ ബോക്സിൽ ആകെയുള്ള മുത്തുകളുടെ എണ്ണം 24 എന്ന് കിട്ടും. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരമായില്ലേ? രണ്ടാമത്തെ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലൂ ബീഡ്? അതായത് ഈ ബോക്സിൽ നിന്നും ഒരു നീലമുത്ത് കിട്ടാനുള്ള സാധ്യത. അതിന് നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് എന്താ? നീലമുത്തുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് ചുവന്ന മുത്തുകളുടെ എണ്ണം 16 ആണെന്നും ഈ ബോക്സിലുള്ള ആകെയുള്ള മുത്തുകളുടെ എണ്ണം 24 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ബ്ലൂ മുത്തുകളുടെ അല്ലെങ്കിൽ നീലമുത്തുകളുടെ എണ്ണം കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? 24ൽ നിന്നും 16 കുറച്ചാൽ പോരെ? 24ൽ നിന്നും 16 കുറച്ചാൽ എത്രയാ? 8. അതായത് ഈ ബോക്സിൽ 16 ചുവന്ന മുത്തുകളും 8 നീല മുത്തുകളുമാണുള്ളത്. അങ്ങനെ ആകെ 24 മുത്തുകൾ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ബ്ലൂ ബീഡ്സിന്റെ എണ്ണം കിട്ടി. അതായത് നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ്സ് അല്ലെങ്കിൽ അനുകൂല സംഭവങ്ങളുടെ എണ്ണമായ നീലമുത്തുകളുടെ എണ്ണം നമുക്ക് കിട്ടി. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ കാണാനുള്ള ഇക്വേഷൻ എന്താ? എൻ ഓഫ് ബ്ലൂ ബൈ എൻ ഓഫ് ടോട്ടൽ. ഇനി എൻ ഓഫ് ബ്ലൂ എന്ന് പറയുന്നത് എന്താ? നീലമുത്തുകളുടെ എണ്ണം എത്രയാ? 8. എൻ ഓഫ് ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? ആകെയുള്ള മുത്തുകളുടെ എണ്ണം എത്രയാ? 24. അപ്പൊ ബ്ലൂ അല്ലെങ്കിൽ നീല മുത്ത് കിട്ടാനുള്ള സാധ്യത 8/24. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? ഈ 4 റെഡ് ബീഡ്സ് ആർ റിമൂവ്ഡ് ഫ്രം ദ ബോക്സ്. അതായത് ഇപ്പൊ നമ്മുടെ ബോക്സ് ഇതാണ്. 16 ചുവന്ന മുത്തുകളും 8 നീല മുത്തുകളും അങ്ങനെ ആകെ 24 മുത്തുകളുള്ള ഈ ഒരു ബോക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി അതിൽ നിന്നും 4 ചുവന്ന മുത്തുകൾ റിമൂവ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ആ ബോക്സ് എങ്ങനെയാവും?
4 ചുവന്ന മുത്തുകൾ റിമൂവ് ചെയ്തു. അപ്പൊ 16 4 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 12. ഇനി ബ്ലൂ മുത്തുകൾക്ക് വല്ല മാറ്റവും ഉണ്ടോ? ഇല്ല. നീലമുത്തുകൾ 8 തന്നെ. ടോട്ടൽ മുത്തുകൾ അപ്പൊ എത്രയായിരിക്കും? 12ഉം 8ഉം കൂട്ടിക്കഴിഞ്ഞാൽ 20. ഓക്കെ, അപ്പൊ നമുക്ക് ചുവന്ന മുത്തുകളുടെ എണ്ണം 12ആയി, ആകെയുള്ള മുത്തുകളുടെ എണ്ണം 20ആയി. ഇനി ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ്, അതായത് 4 മുത്തുകൾ ബോക്സിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം എത്രയാണ് ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത? എങ്ങനെയാണ് കാണുക? നമുക്കറിയാം ഇക്വേഷൻ എന്താ? പ്രോബിലിറ്റി ഓഫ് റെഡ് ബീഡ് അല്ലെങ്കിൽ ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത എന്നത് എൻ ഓഫ് റെഡ്, അതായത് ചുവന്ന മുത്തുകളുടെ എണ്ണം ബൈ എൻ ഓഫ് ടോട്ടൽ, ആകെയുള്ള മുത്തുകളുടെ എണ്ണം. എൻ ഓഫ് റെഡ് എത്രയാ? പുതിയ ബോക്സിൽ 12 ചുവന്ന മുത്തുകളാണ്, അപ്പൊ 12. എൻ ഓഫ് ടോട്ടൽ എത്രയാണ്? ആകെയുള്ള മുത്തുകളുടെ എണ്ണം 20. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 12/20. 4 ചുവന്ന മുത്തുകൾ റിമൂവ് ചെയ്തതിന് ശേഷം ചുവന്ന മുത്ത് കിട്ടാനുള്ള സാധ്യത അപ്പൊ എത്ര കിട്ടി? 12/20. ഇനി നമുക്ക് 2024 ചോദിച്ച ചോദ്യത്തിലേക്ക് പോവാം. 2024 SSLC എക്സാമിന് ചോദിച്ച ആദ്യത്തെ ചോദ്യം. A rectangular portion is shaded in a square of side 5 centimeters as shown in the figure. അതായത് ഒരു സ്ക്വയർ അഥവാ ഒരു സമചതുരമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഈ സമചതുരത്തിന്റെ സൈഡ് ലെങ്ത് 5 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എ ഡോട്ട് ഈസ് പുട്ട് ഇൻസൈഡ് ദ സ്ക്വയർ വിത്തൗട്ട് ലുക്കിംഗ്. ഈ സമചതുരത്തിന്റെ ഉള്ളിലായിട്ട് നമ്മൾ ഒരു കുത്തിടുകയാണ്. ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി ഇൻ ദ ഷെയ്ഡഡ് റീജിയൻ. അതായത് ആ ഷെയ്ഡ് ചെയ്ത ഒരു റെക്ടാങ്കിൾ, നമ്മൾ ആ സ്ക്വയർ അല്ലെങ്കിൽ ആ സമചതുരത്തിന്റെ ഉള്ളിലായിട്ട് നമുക്കൊരു റെക്ടാങ്കിൾ പോർഷൻ അല്ലെങ്കിൽ ഒരു ചതുരം ഷെയ്ഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഷെയ്ഡ് ചെയ്തതിന്റെ ഉള്ളിൽ ആ കുത്താവാനുള്ള സാധ്യതയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ ജിയോമെട്രിക് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ജാമിതീയ സാധ്യത എന്ന ഭാഗത്തിൽ നിന്ന് വന്ന ചോദ്യമാണ്. ജിയോമെട്രിക് പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ്, അതായത് അനുകൂല സ്ഥലത്തിന്റെ വിസ്തീർണം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ, ആകെയുള്ള വിസ്തീർണം. ഓക്കെ, അപ്പൊ ഇവിടെ ഫേവറബിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ അനുകൂലമായ സ്ഥലം എന്ന് പറയുന്നത് ഈ ഉള്ളിലുള്ള ചതുരമാണ് അല്ലെങ്കിൽ ഈ റെക്ടാങ്കിൾ ആണ്. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ ഫിഗറിന്റെ മുഴുവനായിട്ടുള്ള ഏരിയ, അതായത് ഈ സ്ക്വയർ അല്ലെങ്കിൽ ഈ സമചതുരത്തിന്റെ ഏരിയയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ്, അതായത് ഈ റെക്ടാങ്കിളിന്റെ ഏരിയയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഒരു ചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതായത് ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഏരിയ ഓഫ് റെക്ടാങ്കിൾ അല്ലെങ്കിൽ ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ് എന്താ? 5 × 2. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്, 5 × 2. അപ്പൊ നമുക്ക് ഇനി അടുത്ത് കാണേണ്ടത് ടോട്ടൽ ഏരിയ, അതായത് ഈ ഫിഗറിന്റെ ആകെയുള്ള വിസ്തീർണം, അതായത് ഈ സമചതുരത്തിന്റെ പരപ്പളവ്. സമചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ലെങ്ത്തിന്റെ സ്ക്വയർ. നമുക്കറിയാം ഈ സമചതുരത്തിന്റെ ലെങ്ത് 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സമചതുരത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്താ? ലെങ്ത് സ്ക്വയർ, അതായത് 5 സ്ക്വയർ. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. 5 × 2 10 ആണ്, 5ന്റെ സ്ക്വയർ 25 ആണ്. അതായത് ഈ ഷെയ്ഡഡ് റീജിയനിൽ കുത്തു വീഴാനുള്ള സാധ്യത 10/25 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജിയോമെട്രിക് പ്രോബബിലിറ്റി, ഒരു ഫിഗർ തന്നിട്ട് അതിന്റെ എവിടെയെങ്കിലും ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ ഷെയ്ഡഡ് റീജിയനിലൊക്കെയുള്ള പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജിയോമെട്രിക് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ജാമിതീയ സാധ്യത എന്ന ഭാഗത്തിൽ നിന്ന് വന്നതാണ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ് ബൈ ടോട്ടൽ ഏരിയയാണ്. ഫേവറബിൾ സ്പേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അനുകൂലമായ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ കുത്തു വീഴാൻ സാധ്യത എന്ന് പറയപ്പെടുന്ന സ്ഥലം. ഇവിടെ ഷെയ്ഡഡ് റീജിയൻ ആയതുകൊണ്ടാണ് നമ്മൾ ഫേവറബിൾ സ്പേസ് ആയിട്ട് ഈ റെക്ടാങ്കിൾ അല്ലെങ്കിൽ ഈ ചതുരം എടുത്തത്. എന്നിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ആ ഫിഗറിന്റെ ടോട്ടൽ ഏരിയ. ഇവിടെ ആ ഫിഗർ എന്ന് പറയുന്നത് സമചതുരമാണ്, 5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള സമചതുരം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ ഏരിയ എന്ന സ്ഥലത്ത് ഈ സമചതുരത്തിന്റെ ഏരിയ കണക്കാക്കി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 2024 SSLC എക്സാമിന് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം. നമ്പേഴ്സ് ഫ്രം 1 to 50 ആർ റിട്ടൺ ഓൺ സ്ലിപ്സ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ എ ബോക്സ്. അതായത് ഒരു ബോക്സിൽ 1 മുതൽ 50 വരെ എഴുതിയ കടലാസ് കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. വിത്തൗട്ട് ലുക്കിംഗ്, നോക്കാതെ എ സ്ലിപ്പ് ഈസ് ടു ബി ഡ്രോൺ ഫ്രം ഇറ്റ്. നോക്കാതെ നമ്മൾ ആ ബോക്സിൽ നിന്നും ഒരു സ്ലിപ്പ് എടുക്കുന്നു. ഓക്കെ, അതാണ് അവിടുത്തെ കണ്ടീഷൻ. അപ്പൊ ആദ്യം തന്നെ പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ എഴുതി വെക്കുക. പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് ഫേവറബിൾ ഇവന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ്. അനുകൂല സംഭവങ്ങളുടെ എണ്ണം ബൈ ആകെയുള്ള സംഭവങ്ങളുടെ എണ്ണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് അല്ലെങ്കിൽ ആകെയുള്ള സംഭവങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. ഇവിടെ നമുക്കറിയാം നമ്മുടെ ബോക്സിൽ 1 മുതൽ 50 വരെയാണ് പേപ്പർ സ്ലിപ്പുകൾ ഇട്ടിട്ടുള്ളത്.
അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് അല്ലെങ്കിൽ ആകെയുള്ള സംഭവങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? 50 അല്ലേ? കാരണം നമ്മുടെ ബോക്സിൽ 50 പേപ്പർ കഷ്ണങ്ങളല്ലേ ഉള്ളത്. അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് എത്രയാ? 50. ഇനി ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4? അതായത് 4ന്റെ ഗുണിതം. ഈ 50 കടലാസ് കഷ്ണങ്ങളിൽ നിന്ന് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അത് 4ന്റെ ഗുണിതമാവാനുള്ള സാധ്യത. അതെങ്ങനെയാ കാണുക? ഇക്വേഷൻ എന്താ? പി ഓഫ് ഗെറ്റിംഗ് മൾട്ടിപ്പിൾ ഓഫ് 4. അതായത് 4ന്റെ ഗുണിതം കിട്ടാനുള്ള സാധ്യത. ഇക്വേഷൻ എന്താ? എൻ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 4. അതായത് 1ന്റെയും 50ന്റെയും ഇടയ്ക്കുള്ള 4ന്റെ ഗുണിതങ്ങൾ ഡിവൈഡഡ് ബൈ എൻ ഓഫ് ടോട്ടൽ. എൻ ഓഫ് ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ് ആകെയുള്ള സ്ലിപ്പുകളുടെ എണ്ണം? 50. ഇനി നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എൻ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 4. അതായത് 1ന്റെയും 50ന്റെയും ഇടയ്ക്കുള്ള 4ന്റെ ഗുണിതങ്ങളുടെ എണ്ണം. എങ്ങനെയാ കണ്ടുപിടിക്കുക? മൾട്ടിപ്പിൾ ഓഫ് 4കൾ എഴുതുക, 4ന്റെ ഗുണിതങ്ങൾ എഴുതുക. അതായത് 4ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത് 4ന്റെ ഗുണന പട്ടിക അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനെയാണ്. 4 1 × 4 4, 2 × 4 8, 3 × 4 12, 4 × 4 16, 5 × 4 20, അങ്ങനെ. ഓക്കെ, അപ്പൊ 4 8 12 16 20 24 28 32 36 40 44 48. ഓക്കെ, ഇത്രയുമാണ് 1ന്റെയും 50ന്റെയും ഇടയ്ക്കുള്ള 4ന്റെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ 4ന്റെ ഗുണിതങ്ങൾ. എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12. 12 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 4 കിട്ടിയില്ലേ? അതായത് 4ന്റെ ഗുണിതങ്ങളുടെ എണ്ണം കിട്ടിയില്ലേ? 12. അപ്പൊ നമ്മൾ എൻ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 4ന്റെ സ്ഥാനത്ത് 12 എന്ന് ഇട്ട് കൊടുക്കുന്നു. ഡിവൈഡഡ് ബൈ എൻ ഓഫ് ടോട്ടൽ നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്, 50 സ്ലിപ്പുകൾ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4ന്റെ ഗുണിതമാവാനുള്ള സാധ്യത കിട്ടിയില്ലേ? 12/50. അടുത്ത ചോദ്യം എന്താ? പി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 6. അതായത് 6ന്റെ ഗുണിതം കിട്ടാനുള്ള സാധ്യത. ഇക്വേഷൻ എന്താ? എൻ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 6. അതായത് 1ന്റെയും 50ന്റെയും ഇടയ്ക്ക് 6ന്റെ ഗുണിതങ്ങളുടെ എണ്ണം. ഓക്കെ, 1ന്റെയും 50ന്റെയും, കാരണം 1 മുതൽ 50 വരെയുള്ള സ്ലിപ്പുകളുള്ളൂ നമ്മുടെ ബോക്സിലുള്ളത്. അപ്പൊ 1ന്റെയും 50ന്റെയും ഇടയ്ക്കുള്ള 6ന്റെ ഗുണിതങ്ങളുടെ എണ്ണം. അതാണ് എൻ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ എൻ ഓഫ് ടോട്ടൽ നമുക്കറിയാം 50 പേപ്പർ സ്ലിപ്സ്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? എൻ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 6. അതായത് 1ന്റെയും 50ന്റെയും ഇടയ്ക്കുള്ള 6ന്റെ ഗുണിതങ്ങൾ. നമ്മൾ ജസ്റ്റ് ഇതുപോലെ നേരത്തെ പോലെ തന്നെ 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. 1 × 6 6, 2 × 6 12, 3 × 6 18, 4 × 6 24, 5 × 6 30, അങ്ങനെ 6 × 6 36, 7 × 6 42, 8 × 6 48. ഇനി 9 × 6 വരുന്നത് 50നേക്കാൾ കൂടുതലാണ് അല്ലെ? 54 വരുന്നത്. ഓക്കെ, അപ്പൊ അത് 50നേക്കാളും കൂടിയില്ലേ? അതുകൊണ്ട് അത് പറ്റില്ല. അപ്പൊ 6 മുതൽ 48 വരെ എത്ര സംഖ്യകളുണ്ട്? 8 നമ്പേഴ്സ്. അപ്പൊ 1ന്റെയും 50ന്റെയും ഇടയ്ക്ക് 8 6ന്റെ ഗുണിതങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എൻ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 6 എന്നുള്ള സ്ഥാനത്ത് എന്ത് എഴുതും? 8. ടോട്ടൽ ഇവന്റ്സ് എന്നുള്ള സ്ഥാനത്ത് 50. അപ്പൊ എന്ത് കിട്ടി? 6ന്റെ ഗുണിതം എടുക്കാനുള്ള സാധ്യത 8/50. ഇനി അടുത്ത ചോദ്യം എന്താ? മൾട്ടിപ്പിൾ ഓഫ് 4 ആൻഡ് 6. അതായത് 4ന്റെയും 6ന്റെയും ഗുണിതമാവണം. അതായത് നമ്മൾ എടുക്കുന്ന ആ നമ്പർ 4ന്റെയും 6ന്റെയും ഗുണിതമാവണം. ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ഓഫ് 4 എഴുതിയിട്ടുണ്ട്, മൾട്ടിപ്പിൾ ഓഫ് 6 എഴുതിയിട്ടുണ്ട്. ഇതിൽ രണ്ടിലും കോമൺ ആയി വരുന്ന നമ്പേഴ്സുകൾ അല്ലേ 4ന്റെയും 6ന്റെയും ഗുണിതമാവുകയുള്ളൂ. അതായത് ഇപ്പൊ ഇവിടെ 12, ഇതിലും 12 ഇല്ലേ? അതായത് 12 എന്ന സംഖ്യ 4ന്റെയും ഗുണിതമാണ്, 6ന്റെയും ഗുണിതമാണ്. 24 രണ്ടിലും ഇല്ലേ? ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അതായത് 24 4ന്റെയും 6ന്റെയും ഗുണിതമാണ്. ഇനി 36 രണ്ടിലും ഉണ്ട്. അതായത് 36 എന്താണ്? 4ന്റെയും 6ന്റെയും ഗുണിതമാണ്. ഇനി 48 ഇതുപോലെ തന്നെ 4ന്റെയും 6ന്റെയും ഗുണിതമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സ് എടുക്കാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് എഴുതി? ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്ന് എഴുതി? 12, 24, 36, 48. ഇനി എൻ ഓഫ് മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് 4 ആൻഡ് 6. 4ന്റെയും 6ന്റെയും ഗുണിതമായിട്ടുള്ള നമ്പേഴ്സുകളുടെ എണ്ണം എത്രയാ? 4. അപ്പൊ നമ്മൾ അതിന്റെ സ്ഥാനത്ത് 4 എന്ന് എഴുതി. എൻ ഓഫ് ടോട്ടൽ എത്രയാ? 50. അതായത് 4ന്റെയും 6ന്റെയും ഗുണിതം കിട്ടാനുള്ള സാധ്യത 4/50. 2023 SSLC എക്സാമിന് ചോദിച്ച ആദ്യത്തെ ചോദ്യമാണ് ഇത്. A box contains 4 slips numbered 1 2 3 4 and another contains 5 slips numbered 1 2 3 4 5. One slip is taken from each box without looking it. അതായത് ഒരു ബോക്സിൽ 4 സ്ലിപ്പുകൾ ഉണ്ട്. 1 2 3 4 എന്നാണ് എഴുതിയിട്ടുള്ളത്. മറ്റൊരു ബോക്സിൽ 5 സ്ലിപ്പുകൾ ഉണ്ട്. അതിൽ എഴുതിയിട്ടുള്ളത് 1 2 3 4 5 എന്നാണ്. ഓക്കെ, രണ്ട് ബോക്സിൽ നിന്ന് ഓരോ സ്ലിപ്പ് വീതം നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് പെയേഴ്സ് അല്ലെങ്കിൽ ജോഡികളായിട്ടല്ലേ കിട്ടുക? രണ്ട് ബോക്സിൽ നിന്ന് ഓരോന്ന് എടുക്കും. അപ്പൊ നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ടാവും നമ്മുടെ കയ്യിൽ അല്ലെ? അപ്പൊ ഒന്നാമത്തെ ബോക്സിൽ നിന്ന് ഒന്ന് എടുക്കുന്നു, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് ഒരു നമ്പർ എടുക്കുന്നു. അങ്ങനെ 2 നമ്പേഴ്സ് ഉണ്ടാവില്ലേ? അതായത് പെയേഴ്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? എടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എത്ര പെയേഴ്സ്, ഏതൊക്കെ തരം എന്ന് എഴുതി വെക്കണം. അതിനായിട്ട് ഒരു ഷോർട്ട് കട്ടാണിത്. എന്ത് ചെയ്യുക? ബോക്സ് 1 1 2 3 4 അല്ലേ? ബോക്സ് 2 1 2 3 4 5 അല്ലേ? ഇനി 1 1
1 2 1 3 1 4. ഓക്കെ, 2 1 2 2 2 3 2 4. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗുണം? നിങ്ങൾക്ക് ആ പെയേഴ്സുകൾ ഏതൊക്കെ തരത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ജോഡികളായിട്ട് എടുക്കാം എന്നൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ബോക്സിൽ നിന്ന്, ഈ രണ്ട് ബോക്സിൽ നിന്ന് ഒന്ന് ഒന്നായിട്ട് എടുക്കാം. 1 2 1 3 1 4 2 1 2 2 2 3 2 4. ഈ ഒരു രീതിയിൽ ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ജോഡികളുടെ ഈ ഒരു രീതിയിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് നമ്പേഴ്സുകൾ എടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ക്ലിയർ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് മനസ്സിലായില്ലേ? ബോക്സ് 1 1 2 3 4. ഇപ്പൊ ഇവിടെ 5 ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ 5 എന്നും കൂടി എഴുതും. ഓക്കെ, അപ്പൊ ബോക്സ് 2 1 2 3 4 5. എന്നിട്ട് ഇതിന് പെയർ ആയിട്ട് എഴുതി 1 1 1 2 1 3. ഇങ്ങനെ പെയർ ആയിട്ട് എഴുതി. ഇപ്പൊ അവസാനം വരുന്നത് 5ഉം 4ഉം ആണ്. അപ്പൊ നമ്മൾ 5 4. ഓക്കെ, ഇങ്ങനെ പെയർ ആയിട്ട് എഴുതി. ഇനി ഇതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ ചോദ്യം എന്താ? ഇൻ ഹൗ മെനി ഡിഫറെന്റ് വേസ് വി ക്യാൻ ചൂസ് ദ സ്ലിപ്സ്. അതായത് രണ്ട് സ്ലിപ്പുകളും എത്ര വിധത്തിൽ എടുക്കാം. അതായത് ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര തരം ജോഡികൾ അല്ലെങ്കിൽ പെയേഴ്സ് കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര കിട്ടും? ജസ്റ്റ് ഇത് എണ്ണി നോക്കിയാൽ മതി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ജോഡികൾ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് അല്ലെങ്കിൽ ആകെയുള്ള ജോഡികളുടെ എണ്ണം 20 എന്ന് കിട്ടി. ഓക്കെ, ഈസി അല്ലേ? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അത് എഴുതാം. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീയിങ് ഓഡ്? ഓക്കെ, പ്രോബിലിറ്റി ഓഫ് പെയേഴ്സ് എന്ന മൂന്നാമത്തെ കൺസെപ്റ്റ് നമ്മൾ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിൽ പഠിച്ചിരുന്നു. അതിന്റെ ഇക്വേഷൻ എങ്ങനെയാ? ഇപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ എഴുതിയില്ലേ, ജോമെട്രിക് പ്രോബബിലിറ്റി എന്നൊക്കെ എഴുതിയ പോലെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് പെയേഴ്സ് എന്നൊരു കൺസെപ്റ്റ് കൂടെ പഠിച്ചിരുന്നു. അതിന്റെ ഇക്വേഷൻ എങ്ങനെയാ? നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ്, അതായത് അനുകൂലമായ ജോഡികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്, ആകെയുള്ള ജോഡികളുടെ എണ്ണം. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇങ്ങനെ ജോഡികളായിട്ട് വരുന്ന ചോദ്യങ്ങളുടെ ഇക്വേഷൻ ഇതാണ്. നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്, അതായത് അനുകൂലമായ സംഭവങ്ങളുടെ അനുകൂലമായ ജോഡികളുടെ എണ്ണം ബൈ ആകെയുള്ള ജോഡികളുടെ എണ്ണം. ഇനി ആകെയുള്ള ജോഡികളുടെ എണ്ണം നമ്മളിവിടെ കണ്ടുപിടിച്ചു 20. കാരണം ഇതിൽ 20 ജോഡികളാണ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആകെയുള്ള ജോഡികളുടെ എണ്ണം 20 എന്ന് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചു. ഇനി ആദ്യത്തെ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീയിങ് ഓഡ്? അതായത് നമ്മൾ എടുക്കുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ രണ്ട് നമ്പർ ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റക്ക സംഖ്യ ആവാനുള്ള സാധ്യത. ഏതൊക്കെയാ ഒറ്റക്ക സംഖ്യകൾ? 1 3 5 7 ഇവയൊക്കെയാണ് ഒറ്റക്ക സംഖ്യകൾ. 2 4 6 ഇവയൊക്കെ ഇരട്ട സംഖ്യകളുമാണ്. അപ്പൊ ഒറ്റക്ക സംഖ്യ, രണ്ടും ഒറ്റക്ക സംഖ്യ ആവണം. ഓക്കെ, 1 3 5 ഒക്കെ ആവണം രണ്ട് സംഖ്യകളും. ഏതൊക്കെയുണ്ട്? ഏതൊക്കെ പേഴ്സ് ഉണ്ട്? ഇതിൽ രണ്ട് ഒറ്റക്ക സംഖ്യയല്ലേ? ഇത് പറ്റുമോ? ഇല്ല. ഇതിൽ രണ്ട് എന്താണ്? ഇരട്ട സംഖ്യയാണ്. 1 3 പറ്റില്ലേ? രണ്ടും എന്താണ്? ഒറ്റക്ക സംഖ്യയാണ്. 1 4 പറ്റുമോ? ഇല്ല. 4 ഇരട്ട സംഖ്യയല്ലേ? ഇനി 2 1 2 2 2 3 2 4 ഇതൊന്നും പറ്റില്ല. കാരണം എന്താ? ഇതിലെല്ലാം രണ്ടുണ്ട്. രണ്ട് എന്താണ്? ഇരട്ട സംഖ്യയാണ്. ഇനി 3 1 പറ്റില്ലേ? കാരണം 3ഉം 1ഉം ഒറ്റക്ക സംഖ്യയാണ്. ഇത് പറ്റുമോ? ഇല്ല. രണ്ട് ഇരട്ട സംഖ്യയാണ്. 3 3 ഇത് പറ്റില്ലേ? കാരണം എന്താ? രണ്ടും ഒറ്റക്ക സംഖ്യയാണ്. 3 4 പറ്റുമോ? ഇല്ല. കാരണം 4 എന്താണ്? ഇരട്ട സംഖ്യയാണ്. ഇനി ഇതിലൊന്നും പറ്റില്ല, കാരണം എല്ലാത്തിലും 4 ഉണ്ട്. 4 എന്താണ്? ഇരട്ട സംഖ്യയാണ്. ഇനി ഇതിൽ 5 ഒന്നും പറ്റില്ലേ? കാരണം 5ഉം ഒറ്റക്ക സംഖ്യയാണ്, 1ഉം ഒറ്റക്ക സംഖ്യയാണ്. 5 2 പറ്റുമോ? ഇല്ല. 2 ഇരട്ട സംഖ്യയാണ്. 5 3 പറ്റും, കാരണം 5ഉം 3ഉം എന്താണ്? ഒറ്റക്ക സംഖ്യയാണ്. 5 4 പറ്റുമോ? ഇല്ല. 4 എന്താ? ഇരട്ട സംഖ്യയാണ്. അപ്പൊ നമുക്ക് രണ്ടും ഒറ്റക്ക സംഖ്യയായ എത്ര ജോഡികൾ കിട്ടി? 1 2 3 4 5 6 6 ജോഡികൾ കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് രണ്ട് നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആയിട്ടുള്ള പെയേഴ്സ്. അതിന്റെ ഇക്വേഷൻ എങ്ങനെയാ എഴുതുക? നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്. നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? അനുകൂലമായ ജോഡികൾ എന്താണ്? രണ്ടും ഒറ്റക്ക സംഖ്യയായിട്ടുള്ള ജോഡികൾ. അത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് എന്ന സ്ഥാനത്ത് 6 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് എത്രയാണ്? ഇവിടെ ആകെയുള്ള ജോഡികളുടെ എണ്ണം 20 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ 6/20 ആണ് ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താ? ഇങ്ങനെ എഴുതി കഴിഞ്ഞാലുള്ള ഗുണമാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. മൂന്നാമത്തെ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് നമ്പേഴ്സ് ബീയിങ് ദ സെയിം? അതായത് എടുക്കുന്ന രണ്ട് നമ്പറുകൾ തുല്യമാവണം. ഓക്കെ, അതായത് ഇപ്പൊ ഇവിടെ 1 1 രണ്ട് തുല്യമല്ലേ? അതായത് ഇതാണ് ഒരു പെയർ. ഇനി ഇതില് 2 2 രണ്ടും തുല്യമല്ലേ? ഇതാണ് രണ്ടാമത്തെ പെയർ. 3 3 രണ്ടും തുല്യമാണ്. 4 4 രണ്ടും തുല്യമാണ്. അപ്പോ രണ്ട് നമ്പേഴ്സ്, എടുക്കുന്ന രണ്ട് നമ്പേഴ്സ് തുല്യമായിട്ടുള്ള എത്ര പെയേഴ്സ് ഉണ്ട്? 1 2 3 4. അപ്പൊ നമ്പർ ഓഫ് ഫേവറബിൾ പെയേഴ്സ് എന്ത് വന്നു? 4. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ്, അതായത് ആകെയുള്ള
ജോഡികളുടെ എണ്ണം 20 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 4/20. അതായത് ഒരേപോലത്തെ നമ്പേഴ്സ് എടുക്കാനുള്ള സാധ്യത എത്രയാ? 4/20. ഈസി അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം 2023 SSLC എക്സാമിന് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം. ഇവിടെ ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം ഇത് ജിയോമെട്രിക് പ്രോബബിലിറ്റി അഥവാ ജാമിതീയ സാധ്യത എന്ന ഭാഗത്തിൽ നിന്നും വന്ന ചോദ്യമാണ്. ജിയോമെട്രിക് പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഏരിയ ഓഫ് ഫേവറബിൾ സ്പേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. അതായത് അനുകൂലമായ വിസ്തീർണം ബൈ ആകെയുള്ള വിസ്തീർണം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ എഴുതി. ഇനി എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? എ ഡോട്ട് ഈസ് പുട്ട് ഇൻസൈഡ് ദ സർക്കിൾ വിത്തൗട്ട് ലുക്കിംഗ് ഇറ്റ്. അതായത് ഈ സർക്കിളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ഡോട്ട് ഇടുന്നു. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഡോട്ട് ടു ബി വിത്തിൻ ദ അൺഷെയ്ഡഡ് പാർട്ട്. അതായത് ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പാർട്ടും ഉണ്ട്, അൺഷെയ്ഡ് ആയിട്ടുള്ള പാർട്ടും ഉണ്ട്. ഈ അൺഷെയ്ഡ് ചെയ്ത പാർട്ടിൽ ഡോട്ട് വീഴാനുള്ള സാധ്യത നമുക്കറിയാം. ഇവിടെ നമുക്ക് റേഡിയസ് ഒന്നും തന്നിട്ടില്ല. അതായത് ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വൃത്തത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? πr² ആണ്. ഒരു വൃത്തത്തിന്റെ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ πr². ഈ ആർ എന്താ? റേഡിയസ് ആണ്. ആ സർക്കിളിന്റെ റേഡിയസ് അഥവാ ആരമാണ്. ഇവിടെ നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ഏരിയ കണ്ടുപിടിച്ച് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഒരേ ഒരു കാര്യം ആംഗിൾസ് ആണ്. അതായത് ഇവിടെ 120 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം ഒരു സർക്കിളിന്റെ മുഴുവൻ ആംഗിൾ 360 ഡിഗ്രിയാണ്. അതിലെ 120 ഡിഗ്രി പോയി കഴിഞ്ഞാൽ എത്രയാ? 240 ഡിഗ്രി. അതായത് ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 240 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. കാരണം ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അൺഷെയ്ഡ് ആയിട്ടുള്ള പാർട്ട്, അതായത് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് 120 ഡിഗ്രിയും ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് 240 ഡിഗ്രിയുമാണ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ആദ്യത്തെ ചോദ്യം എന്താ? അൺഷെയ്ഡഡ് ആയിട്ടുള്ള പാർട്ട്, അതായത് ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് കുത്ത് വീഴാനുള്ള സാധ്യത. ടോട്ടൽ ഏരിയ എന്നുള്ള സ്ഥലത്ത് നമ്മൾ എന്തെഴുതും? കാരണം ടോട്ടൽ ആംഗിൾ എത്രയാ? 360 ഡിഗ്രി അല്ലേ? അതെഴുതും. ഓക്കെ, ഇനി ഷെയ്ഡഡ് പാർട്ട്, അൺഷെയ്ഡഡ് പാർട്ടിലെ അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തെ ഏരിയ എന്ന ഭാഗത്ത് നമ്മൾ എന്തെഴുതും? ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തെ ആംഗിൾ എത്രയാ? 120 ഡിഗ്രി അല്ലേ? അപ്പൊ നമ്മൾ 120 ഡിഗ്രി എന്ന് എഴുതും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 120/360 എന്ന് കിട്ടും. അതിനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. കാരണം ഇങ്ങനെ 120/360 എന്ന് എഴുതി അവിടെ സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. 120/360 സിംപ്ലിഫൈ ചെയ്താൽ 1/3 ആണ്. അതെങ്ങനെയാ? 120/360. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 120 1 × 120 തന്നെ എഴുതാം. 360 എത്ര 120 ഉണ്ട്? 3. 3 × 120 ചെയ്യുമ്പോഴാണ് നമുക്ക് 360 കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് 120/360 ഇങ്ങനെ എഴുതിക്കൂടെ? 1 × 120 ഡിവൈഡഡ് ബൈ 3 × 120 എന്ന് എഴുതിക്കൂടെ? 120ഉം 120 ഒരുപോലെ വന്നതുകൊണ്ട് ക്യാൻസൽ ചെയ്തു. അപ്പൊ എന്ത് വന്നു ബാക്കി? 1/3. ഇങ്ങനെയാണ് ഈ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം എന്താ? പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ടു ബി വിത്തിൻ ദ ഷെയ്ഡഡ് പാർട്ട്. അതായത് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് കുത്തു വീഴാനുള്ള സാധ്യത. ഓക്കെ, അപ്പൊ നമ്മൾ ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ ആംഗിൾ കോണളവ് എത്ര? 240. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ കോണളവ് 240 എന്ന് എഴുതി. ഇനി ടോട്ടൽ ആംഗിൾ എത്രയാ? 360. അപ്പൊ 240 ഹരിക്കണം 360 എന്നാണ് ഉത്തരം. ഇതിനെയും നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാ? 240/360. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക? 240 നമുക്കറിയാം 2 × 120 ഉണ്ട്. അതായത് 2 × 120 ചെയ്താലാണ് 240 കിട്ടുക. ഇനി 360 നമ്മൾ നേരത്തെ പറഞ്ഞു 3 × 120 ചെയ്താലാണ് 360 കിട്ടുക. 2 120 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയാ? 2/3. അങ്ങനെയാണ് ഇവിടെ 2/3 എന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് 240/360 എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. മനസ്സിലായില്ലേ? ഇത്രയും ചോദ്യങ്ങളാണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തിൽ നിന്ന് 2025, 24, 23 വർഷങ്ങളിൽ വന്നിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാം കൃതി സമവാക്യം എന്ന പാഠത്തിൽ നിന്നും 2025, 24, 23 വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ആൻസേഴ്സും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് ചാപ്റ്റർ. താങ്ക് യു.